അപ്പോൾ നമുക്ക് പാർട്ട് 2 വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ ഓർഡർ ബ്ലോക്കും ബ്രേക്കർ ബ്ലോക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ കവർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇംബാലൻസ് നമുക്ക് എന്ത് ചെയ്യാൻ കവർ ചെയ്യാം. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ തന്നെ പെടുന്നതാണ് ഈ പറയുന്ന IFEG ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പും ദെൻ BPR ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി 3 കാൻഡിൽ പാറ്റേൺ ആണ്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ക്യാൻഡിലാണ് ക്രിയേഷൻ ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ എക്സ്പാൻഷൻ ക്യാൻഡിൽ, ദെൻ തേർഡ് ക്യാൻഡിൽ എന്താണ്, കൺഫർമേഷൻ ക്യാൻഡിൽ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഡയറക്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒന്ന് സൂം ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ക്യാൻഡിലിൽ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്യാൻഡിലായിട്ട് എടുക്കാം. സോറി, ഇത് ഫസ്റ്റ് ക്യാൻഡിൽ, ഈ ഒരു ഡോജി ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിലായിട്ട് എടുക്കാം. ദെൻ സെക്കൻഡ് ക്യാൻഡിൽ എന്താണ്, എക്സ്പാൻഷൻ ക്യാൻഡിലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ മൊമെൻറ്റം ക്യാൻഡിൽ. ദെൻ തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് കൺഫർമേഷൻ ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിത് എങ്ങനെ കൺസിഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ, ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ അതോടെ മാർക്ക് ചെയ്യും, ക്യാൻഡിലിൻ്റെ ഹൈ. ഓക്കെ, ദെൻ തേർഡ് ക്യാൻഡിലിൻ്റെ ലോ, തേർഡ് ക്യാൻഡിലിൻ്റെ ലോ. ഇത് തമ്മിലുള്ള ഗ്യാപ്പാണ്, അതായത് ഈ ഒരു ഹൈയും ഈ ഒരു ലോയും തമ്മിലുള്ള ഗ്യാപ്പാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതൊരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അതായത് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും ദെൻ തേർഡ് ക്യാൻഡിലിൻ്റെ ലോയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, പ്രൈസിൻ്റെ ഡിഫറൻസ്. ഈ ഡിഫറൻസിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ബുള്ളിഷ് FEG ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, ക്രിയേഷൻ ക്യാൻഡിലാണ്. ദെൻ സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ക്യാൻഡിൽ. തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് നമ്മുടെ കൺഫർമേഷൻ ക്യാൻഡിൽ. അപ്പോൾ ഈ തേർഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് ക്ലോസ് ആയതിനു ശേഷം മാത്രമേ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഈ പ്രൈസ് എന്ത് ചെയ്തു, നമുക്കിവിടെ ക്ലോസ് ചെയ്തു, ദെൻ ഇവിടെ ഓപ്പൺ ചെയ്തു, പ്രൈസ് മുകളിലോട്ട് പോയി, ദെൻ താഴത്തോട്ട് വന്നു, ദെൻ എന്ത് ചെയ്തു, ഇവിടെ ക്ലോസ് ആയി. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത് ക്ലോസ് ആയതിനു ശേഷമാണ് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവുണ്ടോ? ക്ലോസ് ആവുന്നേക്കാൾ മുന്നേ ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യരുത്, നോക്കരുത്. അപ്പോൾ ക്ലോസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പോകുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ നമുക്ക് ഇതെന്താണ്, നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിലാണ്. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ദെൻ സെക്കൻഡ് ക്യാൻഡിൽ എക്സ്പാൻഷൻ, ദെൻ തേർഡ് ക്യാൻഡിൽ നമ്മുടെ കൺഫർമേഷൻ ക്യാൻഡിൽ. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? ഈ ഗ്യാപ്പിനാണ് നമ്മൾ എന്ത് ചെയ്യൊരു റെക്ടാങ്കിൾ ടൂൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബോക്സ് ആക്കിയിട്ട് വയ്ക്കാം. മനസ്സിലാവും? അപ്പോൾ ഇതൊരു എന്താണ്, ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്, അതൊരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈ ഒരു ഏരിയയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നോക്കി, ഇവിടെ വരുന്നത് ഈ ക്യാൻഡിലാണ് ഫസ്റ്റ് ക്യാൻഡിൽ, ദെൻ സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ. ഓക്കെ, ഇവ തമ്മിൽ നമുക്ക് എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒരു ബീറിഷ് സൈഡിലേക്കുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ, ഓക്കെ, ഈ ഒരു ഏരിയ ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ മാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിൽ, ദെൻ സെക്കൻഡ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, ഇത് നമ്മുടെ തേർഡ് ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ബീറിഷ് FEG എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയും ദെൻ തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈയും ആണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഗ്യാപ്പാണ് ബീറിഷ് FEG എന്ന് പറയുന്നത്. ഓക്കെ, ബീറിഷ് FEG. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഉണ്ട്. വേണ്ട, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ, തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈ. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ, ദെൻ സെക്കൻഡ്, തേർഡ് ക്യാൻഡിൽ തമ്മിലുള്ള ഗ്യാപ്പ്. ഓക്കെ, ഇതൊക്കെ ബീറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈയും തമ്മിലുള്ള ഡിഫറൻസ്. ഇത്രേ ഉള്ളൂ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്.
മനസ്സിലായി. ഇത്രേ ഉള്ളൂ ശരിക്കും ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അത് ബീറിഷ് സൈഡിലൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് വേണം, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയും തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബീറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബുള്ളിഷ് FEG ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും തേർഡ് ക്യാൻഡിലിൻ്റെ ലോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ബുള്ളിഷ് FEG ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലേ. ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ, ഓക്കെ, ഇവിടെ നമുക്കൊരു ബീറിഷ് FEG ഉണ്ടല്ലേ. അതായത് ഫസ്റ്റ് ക്യാൻഡിൽ ക്രിയേഷൻ ക്യാൻഡിലിൻ്റെ ലോ, ദെൻ തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈ, നമ്മുടെ കൺഫർമേഷൻ ക്യാൻഡിലിൻ്റെ ഹൈ. അപ്പോൾ ഇതെന്താണ്, നമുക്കൊരു ബീറിഷ് FEG ആണ്. ഓക്കെ, ബീറിഷ് FEG ആണ്. ഈ FEGയിൽ വരുമ്പോൾ ശരിക്കും എന്താവണം, മാർക്കറ്റ് ഒരു ലോ നിന്ന് വന്ന് മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യണം, താഴത്തോട്ട് പോകണം അല്ലേ. അതായത് ഇവിടെ നിന്ന് പ്രൈസ് വന്ന് പ്രൈസ് എന്ത് ചെയ്യണം, താഴത്തോട്ട് പോകണം അല്ലേ. അതിന് പകരം ഇവിടെ എന്തുണ്ടായത്, പ്രൈസ് നേരെ ഇതിനെ എന്ത് ചെയ്തു, ഡിസ്റെസ്പെക്റ്റ് ചെയ്തു അല്ലേ. ഇതിനെ റെസ്പെക്റ്റ് ചെയ്യാതെ പ്രൈസ് എന്ത് ചെയ്തു, മുകളിലോട്ട് പോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞ ഇൻവേഴ്സ് FEG. അതായത് ഈ ഒരു ബീറിഷ് ആയിട്ട് നിൽക്കുന്ന FEGനെ റെസ്പെക്റ്റ് ചെയ്യാതെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഈ FEGനെ എന്ത് ചെയ്തു, ഇൻവാലിഡേറ്റ് ആക്കി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഇൻവാലിഡേറ്റ് ആക്കിയ FEGനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, IFEG എന്ന് വിളിക്കുന്നത്, ഇൻവേഴ്സ് FEG. അതായത് ബീറിഷ് ആയിട്ട് നിൽക്കുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പിനെ എന്ത് ചെയ്തു, ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആക്കി മാറ്റി. മനസ്സിലായോ? അപ്പോൾ പ്രൈസ് പിന്നീട് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നല്ലൊരു റിയാക്ഷൻ ഉണ്ടായിരിക്കും. മനസ്സിലായോ? അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കണ്ട എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ ഇൻവേഴ്സ് FEGയിൽ ടാപ്പ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് എന്ത് ചെയ്തേക്കുന്നത്, മൂവ് ചെയ്തേക്കുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടി ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ ബീറിഷ് തന്നെയാണ്. എനിക്ക് രണ്ടെണ്ണം നോക്കിയപ്പോൾ കിട്ടിയുള്ളൂ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്യാൻഡിൽ ക്രിയേഷൻ ക്യാൻഡിൽ, ദെൻ തേർഡ് ക്യാൻഡിൽ നമ്മുടെ കൺഫർമേഷൻ ക്യാൻഡിൽ. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് എന്തുണ്ട്, ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ്, ബീറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ, റെഡ് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്യണം, താഴത്തോട്ട് പോകണം. മാർക്കറ്റ് പ്രൈസ് ഇതിനെ റെസ്പെക്റ്റ് ചെയ്യാതെ എന്ത് ചെയ്തു, മുകളിലോട്ട് കയറി. മനസ്സിലാവുണ്ടോ? അപ്പോൾ ബീറിഷ് FEGനെ എന്ത് ചെയ്തു, ഡിസ്റെസ്പെക്റ്റ് ചെയ്തു, ഇൻവാലിഡേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു FEG എന്ന് പറയുന്നത് നമുക്ക് എന്തായി, ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പായി. ഓക്കെ, IFEG. മനസ്സിലാവുണ്ടോ? അപ്പോൾ പ്രൈസ് ഈ ഒരു ഏരിയയിലേക്ക് പിന്നീട് വരുമ്പോൾ എന്താവും, ഇതിനെ റെസ്പെക്റ്റ് ചെയ്യും. ഓക്കെ, കണ്ട, പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ റെസ്പെക്റ്റ് ചെയ്തു, ദെൻ എന്ത് ചെയ്തു, മുകളിലോട്ട് പോയി. മനസ്സിലാവുണ്ടോ? ഇതാണ് ഇൻവേഴ്സ് FEG എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ട്? അപ്പോൾ എനിക്ക് വേറെ എക്സാമ്പിൾ എനിക്ക് കിട്ടിയില്ല, രണ്ടെണ്ണം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഒന്ന് മനസ്സിലാക്കാം. ഒന്നുകൂടി ഞാൻ പറയാം. ഇവിടെ ബീറിഷ് ആയിട്ട് നിൽക്കുന്ന FEGനെ ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബീറിഷ് ആയിട്ട് നിൽക്കുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പിനെ എന്ത് ചെയ്തു, ഡിസ്റെസ്പെക്റ്റ് ചെയ്തു. മനസ്സിലായോ? ഡിസ്റെസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി, ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്ന IFEG ആയി, ഇൻവേഴ്സ് FEG ആയി. മനസ്സിലാവുന്നുണ്ടോ? ഇതേ സിനാരിയോ തന്നെ റിവേഴ്സ് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഇൻവേഴ്സ് ആക്കിയതാണ് ചാർട്ട്. ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ എന്താണ്, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ, ദെൻ തേർഡ് ക്യാൻഡിലിൻ്റെ ലോ അല്ലേ. ഇത് തമ്മിലുള്ള ഗ്യാപ്പ്, ഈ ഗ്യാപ്പ് തമ്മിലുള്ള എന്ത് ചെയ്തു, ഇവിടെ റെസ്പെക്റ്റ്, പ്രൈസ് എങ്ങനെ വരണം, പ്രൈസ് മുകളിൽ നിന്ന് ഇവിടെ വന്ന് മിറ്റിക്കേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് മുകളിലോട്ട് പോകണം അല്ലേ. അങ്ങനെയാണല്ലോ ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്ന FEGനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ റെസ്പെക്റ്റ് ചെയ്യാണ്ട് എന്ത് ചെയ്തു, പ്രൈസ് നേരെ താഴത്തോട്ട് പോയി. ഓക്കെ, പിന്നീട് പ്രൈസ് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും, മിറ്റിക്കേറ്റ് ചെയ്തതിനു ശേഷം താഴത്തോട്ട് വരും. ക്ലിയർ ആയോ? ഇതാണ് ഇൻവേഴ്സ് FEG എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, BPR നോക്കാം. ഓക്കെ, ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച്. ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ BPR എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്ന FEGയുടെയും ബീറിഷ് ആയിട്ട് നിൽക്കുന്ന FEGയുടെയും ഓവർലാപ്പാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഒരു എക്സാമ്പിൾ നമുക്ക് കിട്ടി. ഇവിടെ ഒരു ബുള്ളിഷ് FEG ഉണ്ട് അല്ലേ. ഓക്കെ, ഇവിടെ ബുള്ളിഷ് FEG ഉണ്ട്. അതിനോട് തൊട്ട് തന്നെ എന്തുണ്ട്, നമുക്കൊരു ബീറിഷ് ആയിട്ട് നിൽക്കുന്ന FEG ഉണ്ട്.
ഓക്കെ, നമുക്ക് തൊട്ട് തന്നെ വേണമെന്നൊന്നുമില്ല. ഓക്കെ, ബീറിഷ് എഫ്ഇജിയുടെയും ദെൻ ബുള്ളിഷ് എഫ്ഇജിയുടെയും ഓവർലാപ്പ് ചെയ്യുന്ന ഏരിയ ആണ് ശരിക്കും BPR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓവർലാപ്പായിട്ട് നിൽക്കുന്നത് ബീറിഷ് ആയിട്ട് നിൽക്കുന്ന എഫ്ഇജിനെയാണ്. അപ്പോൾ നമ്മൾ BPR കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയ എന്ത് ചെയ്താൽ മതി, BPR ആയിട്ട് മാർക്ക് ചെയ്താൽ മതി. മനസ്സിലായി? ഇവിടെയാണിത് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത്. മനസ്സിലാണ്ടോ? ബുള്ളിഷ് എഫ്ഇജി ഉണ്ട്, ബീറിഷ് എഫ്ഇജിന് ഇവിടെ കാണാം. ഓക്കെ, ഇവിടെ വേറെ വിക്കും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കണം. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്കൊരു ബുള്ളിഷ് എഫ്ഇജി, ഓക്കെ, ബുള്ളിഷ് എഫ്ഇജി, ദെൻ ബീറിഷ് എഫ്ഇജി. കണ്ട, ഇതാണ് ബീറിഷ് എഫ്ഇജി. ഇവ തമ്മിലുള്ള ഓവർലാപ്പ് കണ്ട. ഈ ഡാർക്കർ ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് എന്ത് പറയുന്നത്, BPR പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ബുള്ളിഷ് എഫ്ഇജിയിൽ നമുക്ക് എന്ത് ചെയ്യാം, BPR ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ ആണ് എന്ത് ചെയ്യുന്നത്, BPR എന്ന് പറയുന്നത്. മനസ്സിലായി? നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടൊരു എക്സാമ്പിൾ. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്കൊരു ബീറിഷ് എഫ്ഇജി ഉണ്ട് അല്ലേ, ബീറിഷ് എഫ്ഇജി. ദെൻ ഇവിടെ നമുക്കൊരു ബുള്ളിഷ് എഫ്ഇജി ഉണ്ട്. ഓക്കെ, ഇവ തമ്മിലുള്ള ഓവർലാപ്പ്, ഇവിടെ ഡാർക്കറായിട്ട് നിൽക്കുന്ന ഏരിയ ആണ് എന്ത് വരുന്നത്, നമുക്ക് ഓവർലാപ്പായിട്ട് വരണം. മനസ്സിലാവും? അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ ബീറിഷ് നമുക്ക് മാറ്റാം. ഇതെവിടെ ഉണ്ട്, ഇവിടെ ഈ വിക്ക് ഓൾറെഡി, ഇവിടെ ഈ ബുള്ളിഷ് മാത്രം വയ്ക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കുക. കണ്ട, ഇവിടെ വിക്ക് ഉണ്ട്. കണ്ട, ഈ ഏരിയയിൽ വിക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇതിന് ഓവർലാപ്പ് ചെയ്ത് കണ്ട, ബീറിഷ് ആയിട്ട് നിൽക്കുന്ന എഫ്ഇജി ഉണ്ട്, ദെൻ ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്ന എഫ്ഇജി ഉണ്ട്. അപ്പോൾ ഇതെന്തായി, BPR. ഇതിനെ എന്ത് ചെയ്തു, ഇവിടെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു, ദെൻ എന്ത് ചെയ്തു, ഇവിടെ റെസ്പെക്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇറങ്ങിപ്പോയി. ക്ലിയർ ആയോ? ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്, ഇവിടെ ബീറിഷ് ആയിട്ട് നിൽക്കുന്ന എഫ്ഇജി ഉണ്ട്, ദെൻ ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്ന, സോറി ഇവിടെ അത് റെഡിലാക്കും, ബീറിഷ് എഫ്ഇജി, ദെൻ ബുള്ളിഷ് എഫ്ഇജി. ഓക്കെ, ഇവ തമ്മിൽ നിൽക്കുന്ന ഓവർലാപ്പായിട്ട് നിൽക്കുന്ന ഏരിയ. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഓവർലാപ്പായിട്ട് നിൽക്കുന്നത് ബുള്ളിഷ് എഫ്ഇജി ആണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, വന്നു, റെസ്പെക്റ്റ് ചെയ്തു, പ്രൈസ് കയറി. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി BPR എന്ന് പറയുന്നത്. ഞാനിത് കിട്ടിയ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇത് ചെയ്തത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയുടെ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന കാര്യങ്ങളും എന്ത് ചെയ്തു, കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റേണലും ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള രീതിയിൽ, മിക്സഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് ക്ലിയർ ചെയ്തിട്ട് പോവാം. എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കമൻറ്റിൽ ആഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.